കുട്ടിക്കാലം മുതൽ ഈ ഭാഗവതത്തിലേക്ക് ഉപനയിച്ച കൃഷ്ണനെ എന്നെയും അടുത്തിരുത്തി ഈ രീതിയിൽ അറിയുന്നതിന് മുമ്പ് തന്നെ ഭാഗവതത്തിലേക്ക് നയിച്ച അച്ഛനമ്മമാരെ നമസ്കരിക്കാതെ വാക്ക് പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. ഇവിടെ പറഞ്ഞത് രഥാംഗപാണയെ അനുഭാവഭാവിതം ആയിട്ടുള്ള കഥകളാണ്. ഭഗവാന്റെ കഥകൾ സ്മരിക്കുന്നതിനോട് തത്തുല്യമാണ് ഭഗവത് ഭക്തരുടെ കഥകൾ ആവർത്തിക്കുന്നത്, പുനരാവർത്തിക്കുന്നത്, വീണ്ടും വീണ്ടും എത്രമാത്രം പറഞ്ഞാലും. ഭഗവാൻ തന്നെ പറയും, എൻ്റെ ഭക്തന്മാരും ഞാനും വേറെയല്ല. ഉദ്ധവൻ എന്നേക്കാൾ അണുവപി, ഒരു അണുവിന് പോലും താഴെയല്ല ഉദ്ധവൻ. നരനും നാരായണനും ഒന്നു തന്നെ എന്ന് വീണ്ടും കാണിക്കുന്ന ഒരു കഥയാണ് ഇവിടെ ആ വരികളിലൂടെയാണ് നമ്മളെ ഇവിടേക്ക് ഈ സാക്ഷാത് ശ്രീ മാർക്കണ്ഡേയന്റെ കഥയിലേക്ക് നയിക്കുന്നത്. ആദ്യം തന്നെ മാർക്കണ്ഡേയന്റെ മഹത്വം എത്രമാത്രമാണ്, ഏതൊരു നിലയിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്, എങ്ങനെയാണ് എത്തുന്നത് എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്ന കുറച്ച് ശ്ലോകങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. ഗുരുഭക്തി എങ്ങനെയൊക്കെയാണ് ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ നിലയിലേക്ക് എത്തേണ്ടത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ആശ്രമധർമ്മങ്ങളൊക്കെ അതെല്ലാം ഒരാളിലൂടെ വീണ്ടും ഒന്നുകൂടി നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ശ്ലോകങ്ങൾ എടുത്താലും നമുക്ക് മനസ്സിലാകും. ബൃഹത് വ്രതധര തപസ്വാധ്യായ സംയമേ. ചിലപ്പോൾ അതുമാതിരി ഗുരുവെ ഭൈക്ഷ്യമാപ്ത്യ കൊണ്ടുവന്ന് കൊടുക്കും. അദ്ദേഹം എന്തെങ്കിലും ബാക്കി തന്നെങ്കിൽ കഴിക്കും. ചില ദിവസം കഴിക്കാതെ തന്നെ കഴിഞ്ഞുകൂടും. പക്ഷെ അതൊന്നും അറിയുന്നതേയില്ല. എന്തുകൊണ്ടാണ് ആ ഭഗവാന്റെ സ്മരണയിൽ ലയിക്കുന്നത് കൊണ്ട്. ബാക്കി പരീക്ഷിത് മഹാരാജാവ് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് വിശപ്പൂല്ല ദാഹമില്ല. എന്താ കാരണം? ഞാനിപ്പോ ഇങ്ങനെ അമൃത് പാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വാങ്മാധുരിയാകുന്ന അത് ആരെ കുറിച്ചിട്ടാണ്? സാക്ഷാൽ ഭഗവാനെ കുറിച്ചിട്ടുള്ള, ഉണ്ണികൃഷ്ണനെ കുറിച്ചിട്ടുള്ളത് പല പല കഥകളും കേട്ടുകൊണ്ട്, അഥവാ ഭഗവത് ഭക്തന്മാരുടെ കഥകൾ കേട്ടുകൊണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഭക്തന്റെ കഥ കൂടി നിങ്ങൾ കേൾക്കൂ. നിങ്ങൾക്ക് കേട്ട് എത്രയായാലും ഇത് മതിയാവുകയില്ല. കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്താതെ നിവൃത്തിയില്ല. അപ്പോ അദ്ദേഹം അങ്ങനെ എത്ര കാലമാണ് ഇങ്ങനെ നടന്നത്? 1-2 ദിവസങ്ങളല്ല, വത്സരങ്ങളല്ല, കൽപ്പങ്ങള്. 6 കൽപ്പങ്ങൾ കഴിഞ്ഞത് 7ാമത്തെ കൽപ്പമായി ഇപ്പോഴത്തെ അസ്മവും. ഈ കൽപ്പത്തിലെ ഇത് മുമ്പുള്ള ഓരോ കൽപ്പം കഴിയുമ്പോഴും ശരിക്കും മുനിമാരൊക്കെ മാറും. ഇവിടെ മാർക്കണ്ഡേയന് മാറ്റം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണത്? ആ ഭഗവാന്റെ കാരുണ്യാതിരേകം കൊണ്ട് അന്നേ അനുഗ്രഹിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വീണ്ടും അത് തന്നെ അനുഗ്രഹിച്ചത് തന്നെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കാനാണ് പിന്നെയും ആൾക്കാർ വരുന്നത്, അല്ലേ? നമ്മളങ്ങനെയാണ്. സാക്ഷാൽ സൂര്യന്റെ മുമ്പില് നമ്മൾ ഒരു ദീപാരാധന നടത്തും. അതുപോലെ തന്നെയാണ് പ്രകാശത്തിന് മുന്നിൽ നമ്മളുടേതായിട്ടുള്ള എന്താ പറയാ, ഒരു മിനാമിനുങ്ങും പോയി ഇങ്ങനെ ഒഴിയും, സൂര്യനെ ഒഴിയും പകൽ സമയത്താണെങ്കിലും. അതേപോലെ നരനാരായണ മഹർഷിയുടെ ഈ 7ാമത്തെ മന്വന്തരായപ്പോ ഇപ്പോഴത്തെ ഇന്ദ്രൻ എന്നാണ് പറയണത്. ഇപ്പോഴത്തെ ഇന്ദ്രൻ വാസവൻ തോന്നിയേ അദ്ദേഹത്തിന് ഇങ്ങനെ സംശയം എപ്പോഴും ഈ കൽപ്പത്തിലത്തെ വാസവൻ എപ്പോഴും. ഇതിനു മുമ്പത്തോരെ ഇനി വരാൻ പോകുന്നത് മഹാബലിയാണ്. അപ്പൊ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ആ കൽപ്പത്തിൽ നമ്മൾക്കൊക്കെ വന്ന് ജീവിക്കാൻ സാധിക്കും, ഭഗവാനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇപ്പോഴത്തെ വാസവൻ എന്തായാലും ഇദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കണം. ഈ പരീക്ഷണങ്ങളും പലപ്പോഴും നമ്മൾക്ക് പാഠമാവാൻ വേണ്ടിയിട്ടാണ്. ഇന്ദ്രനെ ചീത്തയായിട്ട് പറയാൻ വേണമെങ്കിൽ, പക്ഷെ ഇതിന്റെ സ്ഥാനം എടുക്കാനാണോ ഈ തപസ്? ഇത്രയും കാലമായിട്ട് ഇദ്ദേഹം ചെയ്യുന്ന തപസ്സിന്റെ ഒരംശം പോലും വേണ്ട ഈ വാസവത്വം ലഭിക്കാൻ എന്ന് പാവം നമ്മളെ പോലെ അറിയുന്നില്ല. എന്തായാലും ഇവിടെ അദ്ദേഹത്തിന് മുമ്പിൽ വന്ന് ഏതൊക്കെ തരം നൃത്യങ്ങള് ആകാമോ, ഏതൊക്കെ തരം എല്ലാം പയറ്റി നോക്കി എന്നാണ് പറയണത്. എല്ലാം പയറ്റി നോക്കി. പക്ഷെ
അതിനൊക്കെ വിശദമായിട്ട് കാണുന്നുണ്ട്. നമ്മളൊരു കബാറെ ഡാൻസോ അല്ലെങ്കിൽ എന്താ ബെല്ലി ഡാൻസ് ഒക്കെയാണ്. ബെല്ലി ഡാൻസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഇതിൽ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ എല്ലാം ചെയ്തു നോക്കി. പക്ഷെ അദ്ദേഹം അറിയുന്നതേ ഇല്ല. അതിലും വലിയ ഇത് കാണുമ്പോൾ കിട്ടുന്ന നൈമിഷികമായ ഉള്ള ആനന്ദത്തെക്കാൾ എത്രയോ വലിയ ആനന്ദ സരിൽ അതിൽ മുങ്ങിക്കിടക്കുകയാണ് അദ്ദേഹം അറിയുന്നില്ല. നരനാരായണന്മാര് എന്ന് പറയണോ, നരനാരായണോ ഹരി, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഒറ്റ ഏകവചനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നരനാരായണോ ഹരി ഒന്ന് തന്നെ. നിങ്ങൾക്ക് രണ്ടായിട്ട് കാണണോ എന്നാ ഞാൻ അങ്ങനെ പറയാം എന്നുള്ള വരിത്തവും ശുക്ലകൃഷ്ണവും. രണ്ടായിട്ട് കാണണമെങ്കിൽ ഒരാൾ വെളുത്തിട്ടും ഒരാൾ കറുത്തിട്ടാന്ന് വിചാരിച്ചോളൂ. പക്ഷെ രണ്ടുപേരുടെയും നവകഞ്ചലോചനവും, അവരുടെ കണ്ണ് ഒരുപോലെ ഇരിക്കുന്നത്. അങ്ങനെ ഓരോന്നും നോക്കിയാൽ രണ്ടായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ. പവിത്രപാണി, ഉപവീതകം, ത്രിവൃത്തമണ്ഡലം. അവര് വിചാരിച്ചു നമ്മളെ ഇതുപോലെ തപസ് ചെയ്യണ സമയത്ത് ഇയാള് വന്ന് ഇതേപോലെ വേല ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് അറിഞ്ഞു. ഇദ്ദേഹം ഇതാ അറിയുന്നേ ഇല്ല. എന്നിട്ടാണല്ലോ ഉർവശിയെ ഒരു പരിചാരിയെ വിളിച്ചിട്ട് ഇവർക്ക് എന്താ വേണ്ടേച്ചാ ചെയ്തു കൊടുക്കൂ പറഞ്ഞ അവര് നാണിച്ച് തല താത്തി പോയത്. ഇവിടെ ഇദ്ദേഹം അറിയുന്നതേ ഇല്ല. നമ്മളത് അറിഞ്ഞൂലോ. ഇവരിങ്ങനെ വന്നൊരു നൃത്തം ചെയ്യുന്നുണ്ട്, ദേവേന്ദ്രന്റെ വേലാന്ന് അറിഞ്ഞു. അതുപോലും അറിയാത്ത ഈ മഹാന്റെ സജ്ജന സംഗമത്തിന് എല്ലാവരും ഭഗവാൻ ഇങ്ങോട്ട് ഓടി വരും. ഒരു സജ്ജനത്തിനെ കണ്ടാൽ ഭഗവാൻ അങ്ങോട്ട് ഓടി വരും. ഇവരങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല. 7ാം മാളികയുടെ മുകളിൽ ഭഗവാൻ ഓടി വന്നു. ദൂരെ തന്റെ ഒരു സജ്ജനം വരണം കണ്ടപ്പോ. അതേപോലെ നരനാരായണന്മാർ ഓടി വന്നു. ഇവരോട് ഇദ്ദേഹത്തോടൊന്നും സംസാരിക്കാണ്ട് നമ്മുടെ ജന്മം സഫലാവില്ല എന്ന് നരനാരായണന്മാര് എന്ന് പറയണോ, നരനാരായണോ ഹരി, സാക്ഷാൽ ഹരി നമ്മളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു. അപ്പോ ഇവിടെ അദ്ദേഹത്തിന് അറിയാം ഇതൊരാൾ തന്നെയാണെന്ന്. നരനും നാരായണനും വേറെയല്ല. വിഭോ ഏകവചനത്തില് ആദ്യം അഭിസംബോധന ചെയ്ത് കൃത്യമായിട്ട് സ്തുതിച്ചു. ആ സ്തുതികളെല്ലാം ഓരോ വരിയും നമ്മൾക്ക് വായിച്ചാൽ നമ്മൾക്കറിയാം അദ്ദേഹം ഏത് ആനന്ദ സമുദ്രത്തിലാണ് ഇപ്പോൾ മുങ്ങിക്കിടക്കണത് എന്ന്. ഭഗവാൻ പറഞ്ഞു, എന്താ വേണ്ടേ, എന്ത് തന്നാലും മതിയാവില്ല. വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഇനി ഇതിലും വലിയൊരു അനുഗ്രഹം എന്താ ഞാൻ ചോദിക്കുക, വരം വേണ്ടേ? അവിടുന്ന് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഇതിലും വലിയ ഇപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ ഞാനിപ്പോൾ അതാണ് വിചാരിക്കണേ, ഈ ഒരു സന്ദർഭത്തിൽ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുക, ഇതിലും വലിയൊരു വരം എനിക്ക് എന്താ വേണ്ടേ ഭഗവാനെ? ഞാൻ ഗുരുവായൂരപ്പനോട് പറയണ, ഗുരുവായൂരപ്പ എനിക്ക് ഇതിലും കൂടുതലൊന്നും തരാനില്ല. ഇങ്ങനെ അവിചാരിതമായിട്ട് ഇവിടെ വന്നുപെട്ട് ഇവിടെ കയറിയിരുന്ന് വായിക്കാനും 4 വാക്ക് പറയാനും സജ്ജനങ്ങളുടെ മുമ്പിൽ വായിക്കാൻ സാധിച്ചു. എന്തായാലും പറഞ്ഞു. പക്ഷേ എനിക്കൊന്ന് കുറച്ചു നേരം അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, ഒന്നറിയണമെന്നുണ്ട് എനിക്ക്. അല്ല, ഈ മായ എന്നിങ്ങനെ എല്ലാവരും ഇത് പെട്ടു അലഞ്ഞു, ഇതൊന്ന് രക്ഷിക്കണേ എന്നിങ്ങനെ പറയുന്നുണ്ട് ആൾക്കാരത്രേ. എന്താ ഈ മായ എന്ന് മനസ്സിലായിട്ടില്ല. അവരവർക്ക് കാൽമ മുള്ളു കൊണ്ടവനെ മുള്ളിന്റെ വേദന അറിയുള്ളൂ എന്ന് പറയും. അതേപോലെ തന്നെ എനിക്ക് ഉള്ളിൽ വല്ലാത്ത സഞ്ചാരമാണ് ആ ഡോക്ടർക്ക് ഇപ്പം ശരിയാ എൻ്റെ തിയറി പഠിച്ചിട്ടുണ്ട്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്താ ഈ സഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഒരിക്കൽ അദ്ദേഹത്തിന് അങ്ങനെ അസുഖം ഉണ്ടായിട്ട് പിന്നെ ആ ഡോക്ടർ എന്നോട് പറയണ്ടായി, ഇപ്പോഴാണ് കേട്ടോ ശരിക്കും മനസ്സിലായത് ഈ ഉള്ളിൽ കിടന്നിട്ടുള്ളൊരു സഞ്ചാരം എന്ന്. ഈ സഞ്ചാരം എന്നുള്ള വാക്കൊന്നും കൃത്യമായിട്ട് ഡിക്ഷണറിയിലൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ലേ. സഞ്ചാരം എന്ന് പറഞ്ഞാൽ പോവുക എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ അത് ഉണ്ടായപ്പോൾ മനസ്സിലായി. ഇപ്പം എനിക്ക് മനസ്സിലായി. എനിക്ക് അവരോട് കൂടുതൽ ദയയോട് കൂടിയിട്ട്, കൂടുതൽ അനുകമ്പയോട് കൂടിയിട്ട് അവരുടെ കാര്യം, ഞാൻ അന്ന് പോലെ ആളൊന്ന് മാറിപ്പോയി എന്ന് എന്നോട് നേരിട്ടൊരു കുട്ടി ഡോക്ടർ പറയുന്നുണ്ടായിട്ടുണ്ട്. അതേപോലെ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മളോടൊക്കെ ഈ സംസാരത്തിൽ കിടന്ന് ഉഴലുന്ന, മായയിൽ കിടന്ന് വലയുന്ന, ഇതിനിപ്പോ എന്തേ മായ എന്ന് നിശ്ചയില്ലാതെ അവസ്ഥയിൽ ഞാനും അതൊന്ന് അനുഭവിക്കണം. അത് അനുഭവിക്കാൻ പോലും തയ്യാറാവുകയാണ് മഹാന്മാര്. വിഷമം അനുഭവിച്ച് മറ്റുള്ളവരോട് അനുകമ്പ ഉണ്ടാവാനാൻ വേണ്ടിയിട്ട്.
അപ്പൊ ശരി എന്നാ അങ്ങനെ ആവട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അതിനു മുമ്പ് ആകെ മട്ടങ്ങട് മാറി. അവിടെ മുഴുവൻ എന്തൊക്കെയാണ് ആശ്രമത്തിൽ ലയിച്ചിരുന്ന ആൾക്ക് ഇപ്പൊ അവിടെ വല്ലാത്തൊരു പ്രളയം വന്നു കയറി. എന്താ ലോകാവസാനം ആയിന്നൊന്നും നമ്മളുടെ കണക്ക് പ്രകാരമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് അദ്ദേഹം കണക്കാക്കി നോക്കുന്നുണ്ട്. പക്ഷെ വന്നു, വെള്ളത്തിൽ ചാടി അവിടത്തെ ശരിക്കും അത് ഇപ്പൊ നമ്മൾക്ക് ഇതിനു മുമ്പ് സംസാരത്തെ ഒരു അരണ്യമായിട്ട് വലിയൊരു കാടായിട്ട് നമ്മൾക്ക് കാണിച്ചു തന്നുണ്ട് ഉണ്ടല്ലോ പഞ്ചമസ്കന്ധത്തില്. അതേപോലെ തന്നെ സംസാരത്തെ ഒരു കുടുംബ ജീവിതമായിട്ട് കാണിച്ചു തന്നുണ്ട്. ലഘുഗണനോട് പറയുമ്പോ കാടായിട്ടും പിന്നെ പുരഞ്ജനോപാഖ്യാനത്തിലൂടെ ജനിച്ചും മരിച്ചും ഉള്ള ജീവനായിട്ടും അങ്ങനെ ഇപ്പൊ മറ്റൊരു രീതിയിൽ സംസാര കടലായിട്ട് കാണിക്കുകയാണ്. ഏതൊക്കെ തരത്തിൽ ആ കവി ഹൃദയം നമുക്ക് കവിത്വം മനസ്സിലാവുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെ അതിലിങ്ങനെ ഇടുമ്പോ ഇടയ്ക്കൊക്കെ എപ്പോഴും ചിലപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് വിശക്കണു, വല്ലാണ്ട് ക്ഷീണിക്കണു, ചിലപ്പോൾ നല്ല സുഖവും തോന്നുന്നു, നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇരിക്കുകയാണെന്നാണ് പറയണേ. ക്വചിച്ഛോകം, ക്വചിന്മോഹം, ക്വചിദുഃഖം, സുഖം സുഖിക്കണുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് ജീവിക്കുന്നതിന്റെ ഇടയിൽ ചില സമയത്തൊക്കെ നല്ല സുഖമാണ് കേട്ടോ എനിക്ക് ഇവിടെ തോന്നുന്നുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഇടയ്ക്ക് വല്ലാതെ വിഷമം തോന്നി നോക്കുമ്പോ ഇതിനൊരു അവസാനല്ലേ, ഇങ്ങനെ തന്നെയാണോ ഇനി എന്ന് വിചാരിക്കുമ്പോഴേക്കും അല്ല, അവസാനം കാണാനുണ്ട്. എല്ലാത്തിനും, ഏത് ദുഃഖത്തിനും ഒരവസാനമുണ്ട്. സുഖത്തിന് ഇന്നെനിക്ക് ഈ നിമിഷത്തിൽ എനിക്ക് വളരെ സുഖമാണെങ്കിൽ ഈ നിമിഷവും കടന്നു പോകും. ഇപ്പൊ എനിക്ക് അതികഠിനമായിട്ടുള്ള ദുഃഖമാണെങ്കിൽ ഈ നിമിഷവും കടന്നു പോകും. എല്ലാം കടന്നു പോകുന്നത് തന്നെ അവസാനം നമുക്കൊരു നിഗ്രോധ ബോധം കാണാതിരിക്കില്ല. അവിടെ ആ ഒരു ഇപ്പോ കുറച്ചു മുമ്പ് തടിപ്പിങ്ക് വേറെ ഈ രീതിയിലാണ് കണ്ടത് എങ്കിൽ ശുക്ലകൃഷ്ണോ നവകഞ്ചരലോചനോ ചതുർഭുജോ രൗരവ വൽക്കലാംബരോ പവിത്രവാണി പവീതകം ത്രിവിൾ എന്നുള്ള രൂപത്തിലാണ് കണ്ടത് ഭഗവാനെ എങ്കിൽ ഇപ്പോഴാ ശിശും ഈ ഉള്ളം കയ്യിൽ ഇങ്ങോട്ട് എടുക്കാനുള്ള അത്രേ ഉള്ളൂ. അത്രയും പോകുന്ന ഒരു ശിശു, കാരണം ഒരു അരയാലിന്റെ ഇലയിലാണ് കിടക്കണത്. വടക്കോട്ടുള്ള ഒരു കൊമ്പിൽ ഉണ്ണി കിടക്കണു. എന്താ പക്ഷേ പ്രഭ ഓടി അടുത്തേക്ക് ഒന്നു പാമേ, ഞാനിങ്ങനെ വെള്ളത്തിൽ നീങ്ങണി ആ ഉണ്ണിയുടെ ഇപ്പൊ താഴു പോവോ ചെന്നിങ്ങോട്ട് എടുക്കാൻ നോക്കിയപ്പോഴേക്കും ഉള്ളിലേക്ക് പോയി. ആ ഉണ്ണിയുടെ അകത്ത് ചെന്നപ്പോഴും അതന്നെ കാര്യം. ഉള്ളും പുറവും വ്യത്യാസമില്ല ഭഗവാനെ. നമുക്കൊക്കെ ഉള്ളൂ പുറത്തേക്ക് ഒരു വേഷം, ഉള്ളുള്ളി മുഴുവൻ വേറൊന്നും വേഷം. ഇത് ഒരേ ഒന്ന് തന്നെയാണ്, അകം പുറം വ്യത്യാസമില്ലാത്ത സുന്ദരനാണ് എന്ന് മനസ്സിലായി. പിന്നെ എടുക്കാനായിട്ട് നോക്കി, അപ്പോഴേക്കും പിന്നെ ഒന്നും കൂടി അങ്ങോട്ട് എടുത്ത് ചേർത്തങ്ങോട്ട് പിടിച്ചോ നിശ്ചയില്ല. കൈ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നിരുന്ന തപസ് ചെയ്തിരുന്ന ആള് ഇപ്പോ ഇങ്ങനെയാണ് ഇരിക്കണത്. ആ ഉണ്ണിയെ മാറോട് ചേർത്ത് പിടിച്ച് എവിടെ ഇരിക്കണത്? സ്വാശ്രമത്തില്, സുഭദ്രാതടത്തിലുള്ള ആ ആശ്രമത്തിന്റെ അവിടെ ഇതായിരിക്കണു. ആ ഉണ്ണിയെ ചേർത്ത് പിടിച്ച് പിന്നെ അങ്ങനെ ഒരു ഇരിപ്പായി. അപ്പോഴാണ് മഹാദേവനും പാർവതീദേവിയും കൂടി ഇങ്ങനെ പോവുകയാണ്. ഇത് ആരാ അവിടെ ഇരിക്കണേ? നമ്മുടെ മാർക്കണ്ഡേയനല്ലേ? ഇത് ഇങ്ങനെ ആടി ഇരിക്കണ്ടല്ലോ, എന്തോ പാട്ട് പാടേണ്ടത് കൊണ്ട് ഒരു ഉണ്ണിയെ ഉറക്കണ പോലെ ഒരു താരാട്ട് പാടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി കാണാഞ്ഞാലോ? അയ്യോ, കാണാണ്ട വയ്യ. അയം ഹി പരമോ ലാഭോ നൃണാം സാധു സമാഗമ. നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സാധു സമാഗമമാണ്. ജീവിതത്തിൽ എന്താ ലാഭം ഉണ്ടായേ? എത്ര കെട്ടിയിരിപ്പുണ്ട്, എത്രയുണ്ട് ബാങ്കില് കോടികള്. ഇപ്പൊ ലക്ഷം എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലോ, ശതകോടികളുണ്ട്. അതൊന്നല്ല ലാഭം. സാധു സമാഗമ. നല്ല മനുഷ്യരെ നിങ്ങൾ എത്ര പേരെ, സജ്ജനങ്ങളെ എത്ര പേരെ നിങ്ങൾക്ക് ജീവിതത്തില് കണ്ടുമുട്ടാൻ സാധിച്ചിട്ടുണ്ട്. സമാഗമ, വെറുതെ അവരെ ഇങ്ങനെ കണ്ടാൽ പറയാം, സമ്യക്കാകും വണ്ണം അവരോട് ഒത്തു കഴിയാൻ സാധിച്ചിട്ടുള്ള അവസരങ്ങൾ എത്രയുണ്ട് കണക്കാക്കി നോക്കുമ്പോ ഞാൻ
എനിക്ക് നല്ല ലാഭം, എൻ്റെ ജീവിതത്തിൽ ലാഭം തന്നെയാണ്, നഷ്ടക്കച്ചവടമല്ല എൻ്റെ ജീവിതം എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനമെടുക്കൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു കഥയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും ഇതെന്ന് പഠിക്കേണ്ടത് ഇതാണ്. അയം ഹി പരമോ ലാഭ നൃണാം സാധു സമാഗമ. ഭഗവാനും ഭഗവതിയും എത്രയാണ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് 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 ഉണ്ണി 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 എന്ന് പറഞ്ഞ് അനുഗ്രഹം ചൊരിഞ്ഞു. ഇത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ പാഠം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഈ ഏത് അയം ഹി പരമോ ലാഭ നൃണാം സാധു സമാഗമ എന്നുള്ളത് മനസ്സിൽ ഈ നിമിഷം മുതൽ ഉറപ്പിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് എങ്കിൽ തയോ കർമാശയ സംസ്കൃതി ന ഭവേ, നിങ്ങൾക്ക് ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് മഹാശയന്മാര്. നമ്മൾക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമസങ്കീർത്തനം ഗോവിന്ദത്തോടെ ഭാഗവതം ആരംഭിച്ചു. ലോകാനവത്യജ, അവിടെയും ജ എന്ന അക്ഷരത്തോടെ അവസാനിച്ചു. അതോടെ ഭാഗവതം 333 അധ്യായത്തോടെ പൂർണ്ണമായി. എന്താ ഈ ജകാരം? യാ അവത്യജ എന്നുള്ളടത്ത് യകാരമുണ്ട്. യകാരവും ജകാരവും ചേർന്നാൽ ജയ 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 ജയ. സംസ്കൃതത്തിൽ പറയുന്നത് ജയതി ജനനിവാസ ദേവകീ ജന്മവാദ. അപ്പോൾ ഭഗവാന്റെ ഭാഗവത സ്വരൂപത്തിന് ജയ ജയ വിളിക്കുക. ഇവിടെ ഭാഗവത സ്വരൂപത്തെ ആകാശത്ത് ചുറ്റിക്കറങ്ങുന്ന സൂര്യനെ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ധാരാളം പരിചയമുണ്ട്. ഭാഗവതം ശാസ്ത്രം അത്രയ്ക്കൊന്നും ആളുകൾക്ക് പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്ന ശ്രീശുവനും സൂതശോനകാദികളും ഇപ്പോൾ നമ്മൾ കേട്ടില്ലേ, മാർക്കണ്ഡേയനെ അനുഗ്രഹിച്ച് നാരായണന്മാരും ഒക്കെ ഒരുമിച്ച് വന്ന് പാർവതീ പരമേശ്വരന്മാരുടെ പോലെ നമുക്ക് ഏറ്റവും വലിയ അറിവ് നൽകുക ചെയ്യുന്നത്. അപ്പം ജയ 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 എന്ന് പറഞ്ഞാൽ വെറുതെ ഒരാളെ കണ്ട് ജയ ജയ എന്ന് പറയരുതെന്ന് പൃഥു മഹാരാജാവ് പറഞ്ഞിട്ടുണ്ട്. പട്ടേരിപ്പാടത് ഓർമ്മിപ്പിച്ച് നമ്മൾ ഓർത്തു. എന്ത്? തമിവ ചേതയദ്വേ ഹേ തോതാര കവീന്ദ്രാഹ. നിങ്ങളൊക്കെ സ്തുതിക്കണവരാ. സ്തുതിക്കണേൻ്റെ യോഗ്യത കുഞ്ചുതമ്പിയാർ പറഞ്ഞില്ലേ? ദൈവസ്തംഭം മഹാശ്ചര്യം. നമുക്ക് കിട്ടണം പണം. പണം കിട്ടാൻ വേണ്ടിയിട്ട് ദൈവസ്തംഭത്തെ സ്തുതിക്കുക. കാശ് രാജാവ് പഠിപ്പിച്ച ദൈവസ്തംഭ. ഓ കേമായണ്ടേ എന്ന് പറഞ്ഞ രാജാവ് അയാളെ വിളിച്ച് അക്ഷരലക്ഷം കേമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരമുണ്ടോ ആ കേമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്ഷരലക്ഷം അയാൾക്ക് സമ്മാനം കൊടുക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാ കുച്ചുതമ്പിയാര്, എന്ത്? ദൈവസ്തംഭം ആശ്ചര്യം. നമുക്ക് കിട്ടണം പണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ ജയ ജയ പറയലല്ല. തമിവ ജയതയദ്വേ സ്തോതാര കവീന്ദ്ര. രാജാവിനെ സ്തുതിച്ച് അക്ഷരലക്ഷം കിട്ടാൻ വേണ്ടി എന്ത് ഗോഷ്ഠിത്തോ നിങ്ങൾ പറഞ്ഞു എന്ന് വരും. അതല്ല വേണ്ടത്. നിങ്ങളുടെ വാക്ക് സഫലമാണെങ്കിൽ ഗുരുവായൂരപ്പനെ സ്തുതിച്ച് ശീലിക്കൂ. ജയ 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 ജയ. ആകാശത്തെ സൂര്യൻ ഭാഗവത സൂര്യൻ എന്നാണ്. കലവും നഷ്ടദൃശാം ഏഷ പുരാണാർക്കോധുനോദിത. ഒന്നാം ദിവസം വിജയൻ വന്ന് കണ്ണു കാണാത്ത ധൃതരാഷ്ട്രക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. നഷ്ടദൃശാം, കണ്ണ് കാണേണ്ടത്, കണ്ണുകൊണ്ട് കാണേണ്ടത് കാണാൻ വശമില്ലാത്തവർക്ക് എല്ലാം കാണാനുള്ള കണ്ണ് ഭാഗവതം കാട്ടിത്തരും. ധൃതരാഷ്ട്രം പറഞ്ഞൂലോ, ധൃതരാഷ്ട്രം സ്ഥിരമായിട്ട് കണ്ണ് കാണാറാവണോ? വിശ്വരൂപം കണ്ടതിൻ്റെ ഫലമായിട്ട് അയ്യോ വേണ്ട, വൃത്തിയാണ് ആകെ ഞാൻ കണ്ണു തുറന്ന് കണ്ടത്. ഇനി ഈ കുരുകുരുത്തം കെട്ട എൻ്റെ മക്കളുടെ മുഖം ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ഇനി അതിനു വേണ്ടി എനിക്ക് കണ്ണു കാണാറാക്കരുത്. കൃഷ്ണനെ കണ്ടത് മാത്രം ഓർത്ത് ഞാൻ ഇരുന്നോളാം. നഷ്ടദൃശാം ഏഷപുരാണാർക്കോധുനോദിത. അതുകൊണ്ട് ഭഗവാനെ കാണാൻ കണ്ണില്ലാത്തവർക്ക് ഭാഗവതം എത്രയോ എത്രയോ അക്ഷരങ്ങളായിട്ട് 11,000 ഗ്രന്ഥം, 14,000 ശ്ലോകം, അവ 5 ലക്ഷത്തിലധികം അക്ഷരങ്ങൾ ഒക്കെ ആയിട്ട് ശോഭിക്കുന്നു. അത് വർണ്ണിച്ച് അവസാനിപ്പിച്ചു. പൂജാവിധികളെക്കുറിച്ച് പറഞ്ഞു. ഇനി 12-ാം അധ്യായം വായിക്കുമ്പോൾ ഇതേവരെയുള്ള ഭാഗവത കഥകളൊക്കെ ഒന്നിച്ച് അനുസ്മരിക്കുകയാണ്. 334-ാം അധ്യായം 12-ാം അധ്യായം, 335-ാം അധ്യായം
13-ാം അധ്യായം സമർപ്പണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വായിക്കൂ ഒപ്പം. എല്ലാവർക്കും ഒപ്പം വായിക്കാം. നമോ ധർമായ വഹവേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ ഭക്ഷ്യേ സനാതനാൻ ഏതദ്വകഥിതം വിപ്രാ വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിര്യദഹം പൃഷ്ടാ നരാണാം പുരുഷോദിതം അത്ര സങ്കീർത്തിതഃ സാക്ഷാത് സർവഭാവഹരോ ഹരിഃ നാരായണോ ഹൃഷീകേശോ ഭഗവാൻ ധാത്വതാം മതിഃ അത്ര ബ്രഹ്മപരഗുഹ്യം ജഗതപ്രഭവാപ്യയം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം ഭക്തിയോഗസമാഖ്യാതഃ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷതമുപാഖ്യാനം നാരദാഖ്യാനമേത ച പ്രായോ യേശോ രാജർഷേഃ വിപ്രശാപാൽ പരീക്ഷിത ശുഭസ്യ ബ്രഹ്മഋഷഭസ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോക്രാന്തി സംവാദോ മഹാരാജയോഃ അവതാരാനുഗീതം ച സർഗപ്രാധാന്യോ ഗ്രഹ വിദുരോധവ സംവാദ ശത്രുമൈത്രേയോസ്തദാ പുരാണസംഹിതാ പ്രശ്നോ മഹാപുരുഷസംസ്ഥിതിഃ തഥാ പ്രാകൃതികസർഗ സപ്തവൈദികാസ്തേ തതോ ബ്രഹ്മാണ്ഡസംഭൂതി വൈരാജപുരുഷോ യഥാ കാലസ്യ സ്ഥൂലസൂക്ഷ്മസ്യ യദി പത്മസമുദ്ഭവ ഉദ്ധരണേ ബോധേ ഹിരണ്യാക്ഷരോ യഥാ ഊർധ്വതിര്യവാസർഗോ രുദ്രസർഗസ്തദൈവ ച അർദ്ധനാരീകലസ്യാഃ യഥാ സ്വയംഭുവോ മനു ശതയോവാദയാ സ്ത്രീണാം ആദ്യാ പ്രകൃതിരുത്തമാ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേഃ അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മനാ ദേവഹൂത്യാശ്ച സംവാദഃ കപിലേന ച ധീമതഃ നവബ്രഹ്മസമുത്പത്തി ദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് ഋതോ പ്രാചീനബർഹിഷഃ നാരദസ്യ സംവാദഃ തദപ്രയവ്രതവ്യാഃ നാഭേതദോ നിജനിതം ഋഷഭസ്യ ഗരുഡസ്യ ഭീമവർഷസമുദ്രാണാം ഇരിനദ്യോർണനം യോനിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരസ്ഥിതിഃ ദക്ഷജന്മപുത്രേയോഭ്യ തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാഃ തിര്യന്നഗഖഗാദയഃ ത്വാഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ച വിജയർവിജാഃ ദൈത്യേശ്വരസ്യ ദരിതം പ്രഹ്ലാദസ്യ മഹാത്മനഃ മന്വന്തരാനുകഥനം വിജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയ കൗമം ധാന്വന്തരം മാംസ്യം വാമനം ച ജഗത്പതയേഃ ക്ഷീരോദമഥനം തദ്വൽ അമൃതാർത്ഥേതി ഭൂസ്തതാം ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മതത്വംശ സുദ്യുമ്നസ്യ മഹാത്മനഃ യോവാഖ്യാനമത്രോക്തം കാലോവാഖ്യാനമേവ സൂര്യവംശാനുകഥനം ശശായാദ്യാനുഗാദേന സൗദന്യം ചാധരേയാദേഃ പ്രദുഷ്ടസ്യ ച ധീമതഃ കട്വാംഗസ്യ ച മാന്ധാതു സൗഭരേശ്വരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം വിദുഷാവഹം നിവേരംഗപരിത്യാഗോ ജനനാനാം ച സംഭവ രാമസ്യ ഭാഗവതേന്ദ്രസ്യ നക്ഷത്രഗണനം ഭുവ അയലസ്യ സോമവംശസ്യ യയാദയർനഹുഷസ്യ ച ദൗഷ്യം ദേർഭരസ്യാഭി ശന്തനോത്തർസുതസ്യ ച യയാദയർക്ഷുദ്രസ്യ യദോർവംശോരുധീർത്തിത യത്രാവതീനോ ഭഗവാൻ കൃഷ്ണാഖ്യോ യതീശ്വര വസ്യേവ ഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിദാന്യസർഭിഷ പൂതനാസുപയപാനം ശകടോച്ചാടനം ശിശോഃ പ്രണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയോഃ ധേനുകസ്യ സഹ ഭ്രാതു പ്രലംബസ്യ ന സംശയഃ ഗോപാനാം ച പവിത്രാണാം യാവാഗ്നേഃ പരിസർപ്പദ ദമനം ഗാളിയസ്യാഹേ മഹാഭേർനന്ദമോക്ഷണം പ്രദര്യാതുകന്യാനാം പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാന്ദാഭരണം
गोवर्धनोद्धारणं च चक्रस्य सुरभेध यज्ञाभिषेकमुष्णस्य विक्रीडाचरातिषु सङ्गजूडस्य दुर्बुद्धेः मधुभृष्टस्य केशिनः अक्रूरागमनम्बश्चात् प्रस्थानं रामकृष्णयोः व्रजस्त्रीणां विलापश्च मधुरालोकनं तदा जयमुष्टिगजामूलवत्सादीनां च यो वधा मृतस्यानेन शूरोः पुनः साङ्गीरनेर्गुरोः मधुरायां निवसदा विदुचक्रस्य यलिप्रियं कृतमुद्धवरामाभ्यां युधेन हरिणाद्विजाः जरासन्धसमानीतसैन्यस्य वक्षोभः घातनं यवनेन्द्रस्य कुशस्थल्याभिवेशनम् आदानं भार्यादस्य सुधर्मायासुरालयान् रुक्मिण्याहरणं युद्धे प्रणख्य पृषतो हरेः हरस्य जृम्भणं युद्धे बाणस्य भुजकुन्दनं प्राप्योदिशपतिं हत्वा कन्यानां हरणं चैत्यवोग्रसाह्वानां दन्तवक्त्रस्य दुर्मलेः सङ्करोति विलपीठा पुरपञ्चजनादया महात्म्येषां वाराणस्यास्त्रदाहनं भारावतरणं भूमेर्निमित्तीकृत्य पाण्डवान् विप्रशापावदेशेन संहारश्च कुलस्य च उद्धवस्य च संवादः वासुदेवस्य च अद्भुतः यत्रात्मविद्याख्यखिलः प्रोक्ताहमनिर्णय ततो मत्यपरित्याग आत्मयोगानुभावः युगलक्षणवृत्तिश्च तदोर्गणानुभवप्रभः तदोर्विधश्च प्रलयः उत्पत्तिस्त्रिविधा ततः देहत्यागश्च राजऋषेः विष्णुयागस्य धीमतः शाखाप्रणयनमुषेः मार्कण्डेयश्च सर्कथा महापुरुषसंन्यासः सूर्यस्य जगदात्मनः इति चोक्तवन्तु यश्रेष्ठः यत्पृष्टोऽहमिहास्मि वा लीलावतारकर्माणि कीर्तिदानीह सर्वशः पतितस्खलितश्चार्थ क्षुत्वा वारुणशोऽब्रुवन् हरे नमः इत्युच्चयन्मुच्यते सर्ववादः 12-ാം അധ്യായം 12 സ്കന്ധങ്ങളുടെയും സാരം ദ്വാദശം സ്കന്ധം 12. ഇപ്പോൾ 12 മണിയാണ്. ഹരേ നമ എന്നുള്ള നാമം എല്ലാവരും ഉറക്കെ ജപിക്കുക. ശ്രീ ഹരേ നമ, 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 ശ്രീ ഹരേ നമ. 12 ശ്രീഹരിയുടെ തിരുനാമം നമ്മൾ ജപിച്ചു. ഇത് സമർപ്പിക്കുകയാണ് സൂതൻ ശൗനകാദികളുടെ മുമ്പിൽ. സങ്കീർത്യമാനോ ഭഗവാനന്ദശ്രുതാനുഭാവോ വ്യസനം ഹിംസാം പ്രവിശ്യ ചിത്തം വിഘ്നോത്യശേഷം തദേവ സത്യം തഥൈവ മംഗളം തഥൈവ പുണ്യം തദേവ രമ്യം ഹൃദിരമമംഗളം തദേവ സത്യം മനസോ മഹോത്സവം തദേവ ശോഷണം ജഗത്പവിത്രം പ്രഗൃഹീതർഹിതിൽ തദ്ധാംസുരയുദ്ധം മധുഹന്തസേവിതം പ്രഹിതാധവോ ജനതാഗസംപ്രവ യസ്മിൻ ഹൃദിശ്ലോകമബദ്ധവത്യപി നാമാന്യന്തസ്യേഷോദിതാരിയൽ ശ്രീമന്തികാരി ധിരുനന്തി സാധവ നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതപുനശ്യസിതഭദ്രമീശ്വരേ നൈകർപ്പിതം കർമ്മയദപ്യനുത്തമം യശസ്ത്രിയാമേവ വചിശ്രമപ്പര വർണ്ണാശ്രമാചാരിതപശ്രുതാദിഷു അവിസ്മൃതി ശൃംഖലപാദപത്മയോः അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോः ക്ഷണോഭദ്രാണി ശമന്തനോതി ച സപ്തസ്യ സിദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച ജ്ഞാനവിരാഗയുക്തം യൂയം വിജാഗ്രാമത ഭൂരിഭാഗാഃ യച്ഛസ്യദാത്മന്യഖിലാത്മകേതം നാരായണം ദേവമദേവമീശം അജസ്രഭാവാഭജതാം വിവേശ്യ അഹം ച സംസ്മാരിതാത്മകത്വം സുഖം പുരാണേ പരമശിവക്രാ പ്രായോപേക്ഷേ നൃപതേ പരീക്ഷിത
സദസ്യക്ഷീണാം മഹതാം ദശുന്വരാം. സജ്ജനങ്ങൾ പുറത്ത് നിൽക്കുന്നവരെല്ലാവരും അകത്ത് ആവുന്ന പോലെ കടന്നിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അവിടെ ക്യൂ നിൽക്കണ്ട, എല്ലാവരും അകത്തേക്ക് വന്ന് ഇരിക്കണം എന്നാണ് അപേക്ഷ. ഏതദ്വകഥിതം വിപ്രാകഥനീയോ ഒരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാസുഖവിനാശനം ഏവം ശ്രാവയം നിത്യം യാമം ക്ഷണമനന്യധി ശ്രദ്ധാവാൻ യോനിശ്രയാൻ ആത്മാത്മാനമേവ സ ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വൻ ആയുഷ്യവാൻ ഭവേത് പഠത്യനശ്ചന്ദ്രതോ ഭവത്യഭാസതി പുഷ്കരേ വസ്രായാം ചത്വാരവത്യാം യഥാത്മവാൻ ഭൂക്ഷ്യസംവിധാനേതാം പഠിത്വാ ഉച്യതേ ഭയാൻ ദേവതാമയ സിദ്ധാപ്രിയോ മനമോ ധർമ്മഃ യച്ഛതി കാമാൻ ഗുണഃ പ്രേണതോ ഇച്ഛേതരാ ഋതോ യോംധികാമാൻ യോധീത്യാനന്ദതേ മധുര്യാ ഭയകുല്യാ സ്ഥലഫലം പുരാണ സംഹിതാമേവാധീത്യ പ്രയോദ്രിയാ പ്രോക്തം ഭഗവായുതപദം പരമം പ്രജേ വിപ്രോധീത്യാപ്രിയാ പ്രജ്ഞാം രാജന്യോദധിമേഖലാം വൈശ്യോധിപതിത്വഞ്ചാ സൂര്യശുദ്ധേരവാദക കൈമനസംഹതികാലനോഖിലേശ ഹരിനിരത്രനീയതേഭീക്ഷണം ഇഹതു പുനഃ ഭഗവാൻ ശേഷമൂർത്തി പരിപഠിതോപദം കഥാ പ്രസംഗൈ തമഹമജവനന്ദമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം ഉപചിതമശക്തിഭിക്ഷാത്മന്യപരചിതസ്ഥിരയംഗമാലയായ ഭഗവതോ ബലദ്ധിമാത്രധാമേ സുരക്ഷഭാഗമസനാതനായ സുസുഖനിഭൃതചേതാത്തദ്വിതസ്താന്യഭാവോപി അജിതൈരാകൃഷ്ടസാരസ്തീയം വ്യതനകൃപയായ തത്വദീപം പുരാണം തമഖിലവൃതിനഭ്യം വ്യാസസൂനം നതോസ്മി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഈ ഒടുവിലത്തെ സമാപനമായ അധ്യായമാണ്. അതും കൂടി ജപിച്ച് ഇവിടെ സമർപ്പിക്കുകയായി. ശ്രീസൂത ഉവാച യം ബ്രഹ്മാവരുണേന്ദ്രശുദ്രമരുത തുന്നന്തി ദിവ്യൈസ്തവൈർവേദൈസ്സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതത്പരേണ മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തമവിദസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ഠേ ഭ്രാമ്യതവന്തവന്തരഗിരിഗ്രാവാഗ്രകണ്ഡൂഹിനാൽ വിഗ്രാലോകമഠാകൃതേർഭഗവതശ്വാസാനിലാപാന്തുവ യത്സംസ്കാരവിലാനിവർത്തനവശാദ്വേരാനിഭേനാംബസാം യാതായാതമസന്ധിതം ജലനിധേ മാത്യാമി വിശ്രാമിതി. പുരാസംഖ്യാസംഭോ മത്സ്യവാക്യപ്രയോജനേ ജ്ഞാനം ദാനശ്ച മാഹാത്മ്യം ബ്രാഹ്മൺ ദശസഹസ്രാണി പാത്മം പഞ്ചോനിഷഷ്ടി ച ശ്രീവൈഷ്ണവത്രയോ വിംശചതുർവിംശതിശേഖകം ദശാഷ്ടൗ ത്രിഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡവാഹ്നം ച ദശപഞ്ചാശതം ചതുർദശ ഭവിഷ്യം സ്യാൽ പഞ്ചശതാനി ച ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവതു ചതുർവിംശതിവാരാഹം ഏകാശീതിസഹസ്രകം കാന്തം ച സന്തധാചൈകം വാമനം ദശേയർത്തികം സപ്തദശാഖ്യാതം നാസ്യം തത്തു ചതുർദശ ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡദ്വാദശൈവതു സന്തോഹ ചതുർലക്ഷമുദാഹൃത തത്രാഷ്ടാദശസഹസ്രം ശ്രീഭാഗവതമിഷ്യതേ ഇദം ഭഗവതാപൂർവം ബ്രഹ്മണേനാഭിവദേ ശിവായ ഭവഭീതായ കാരുണ്യായ സപ്രകാശനം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാനസംയുതം ഹരിഹീരാഗധാവ്രാതാനന്ദിതസംസുരം സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ടം കൈവല്യേവ പ്രയോജനം പ്രവൃഷമോഹമാസ്യാം ഹേമസിംഹസമന്വിതം ദദായോ ഭാഗവതം സയാഗപരമാഗ്നി രാജന്തേ താവദന്യാനി പുരാണാനി സദാംഗണേ യാവന്മനുഷ്യതേ സാക്ഷാൽ ശ്രീമദ്ഭാഗവതം സർവവേദാന്തസാരഭി ശ്രീഭാഗവതമിഷ്യതേ തത്ശ്രാമൃതസ്യ നായത്രസ്യാദികുലി ദേവാനാമച്യുതോ വൈഷ്ണവാനാം യഥാ ശംഭോ
തഥാ പുരാണപ്രാധാനം ശ്രീമദ്ഭാഗവതം ശ്രീമദ്ഭാഗവതം പുരാണമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമലം ജ്ഞാനമലീയതേ തത്ര ജ്ഞാനയാഗഭക്തിസഹിതം നൈഷ്കർമ്യാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാവിമുച്യേന്നര തസ്മൈ വിഭാസിതോയം അധുരോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ നാരദായ മേ കൃഷ്ണായ തരൂരിണാ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യ തത്സുദ്ധം വിനലം വിശോകമമലം സത്യം പരം സത്യം പരം നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ ലൈലം കൃപയാ തസ്മൈ രാജക്ഷേ മോക്ഷവേ യോഗീന്ദ്രായ തസ്മൈ സുഖായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദർശം യോ വിഷ്ണുരായ നമോ ഭവേ ഭവേ ഭവതി പാദയോ തവ ജായതേ തഥാ പുരുഷദേവേശ നാദസ്ത്വം നോ യതപ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം ഭവേ ഭവേ ധാത്രി പാദയോ തവ ജായതേ തഥാ പുരുഷദേവേശ നാദസ്ത്വം നോ യതപ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പരം ഭവേ ഭവേ യഥാ ഭക്തി പാദയോ സജായതേ തഥാ പുരുഷദേവേശ നാദസ്ത്വം നോ യതപ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസികാഷ്ടാദശാസ്ത്രാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണാവതാരം 8 ശ്ലോകം ജപിച്ച് ഇതാ സമർപ്പിക്കാം. ശ്രീശുകൗവാച അഥ സർവഗുണോപേതകാല പരമശോഭന യൈഹ്യേവാജനജന്മക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശപ്രസേദം നിർമ്മലോടുഗുണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമം ജാഗര മധ്യപ്രസന്ന സഹിത ഹൃദാചരുഹസ്ത്രിയ ദ്വിയാളിവിരസന്നാദത്തവഗാവനരാജയ വവൗവായുസുഖസ്പരിശ പുണ്യഗന്ധമഹശുചി അഗ്നയച്ഛദ്വിജാതീനാം ശാന്താ തത്വസമിന്ധത മനാത്യാസം പ്രസന്നാനി സാധൂനാം ജഗദ്ഗുഹ യായമാനേ ജനേ തസ്മിൻ ദുർദുഭയോദിവി ജഗത്പിന്നരഗന്ധർവാ തുഷ്ടുസിദ്ധധാരണാഃ വിദ്യാധര്യസ്സമന്തു അപ്സരോഭിസമന്തദാ മുമുദയോ ദേവാഃ സുമനാം സിമുദാന്വിതാഃ മന്ദം മന്ദം ജലധരാജഗര്യോ അനുസാഗരം നിശീഥേ തമോദ്ധൂതേ യായമാനേ ജനാർദ്ദന ദേവത്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശ്രയ ആവിരാസീകൃതാപ്രാച്യാം ദിശി ദുര്യോപുഷ്കര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ചതുർഭുജം ഖഗായുധായുധം ശ്രീവത്സലക്ഷ്മം ദശോപി കൗസ്തുഭം പീതാംബരം സാന്ദ്രമയോ സൗഭഗം
മഹാരഹമൂല്യകിരീടകുണ്ടലക്ഷ പരിശക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗജഗംഗനാദിഭി വിരോചമാനം വസുദേവ ഐക്ഷത സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മണ്ണുണ്ണം വെണ്ണയുണ്ണം കടുതര വിഷസമ്മിശ്രമാം തന്യമുണ്ണും മണ്ണും കല്ലും കലർന്നോരവിലും അരയിലച്ചീരയും തീയുമുണ്ണും തിണ്ണം ബ്രഹ്മാണ്ടമങ്ങറ്റുടവയർ ഗുരുവായൂരം നാഥ നീ എന്തുണ്ണിൽ ഉണ്ണി നിവേദിക്കുവൻ അടിമലരിൽ കൂപ്പുമൻ രക്തബാഷ്പം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഉണ്ണിക്കണ്ണൻ്റെ കുഞ്ഞി കയ്യില് യശോദാദേവിക്ക് വെണ്ണ കൊടുക്കാൻ പറ്റാറുണ്ട്, നടിയിലിരുത്തി പാല് കൊടുക്കാൻ പറ്റാറുണ്ട്. നമുക്കൊക്കെ ആ വെണ്ണയും പാലും നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതൊക്കെ മേടിക്കാൻ ഭഗവാൻ ഇവിടെ സജ്ജനങ്ങളുടെ രൂപത്തില് സന്നിഹിതനായിരിക്കുമ്പോൾ നമുക്കും അതൊക്കെ അവിടുത്തെ തൃക്കൈയിൽ കൊടുക്കാം. നമ്മുടെ മുമ്പിലല്ല, ഭാഗവതത്തിൻ്റെ മുമ്പിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമുക്കൊക്കെ അത് ഭഗവാന് വെണ്ണ കൊടുക്കാൻ പാല് കൊടുക്കാൻ ഉള്ള അവസരങ്ങളായി മാറണം. അതിൻ്റെ കൂട്ടത്തിൽ മഹാകവി പറഞ്ഞിട്ടുണ്ട്, എന്തുണ്ണിലുണ്ണി നിവേദിക്കുവൻ അടിമലരിൽ കൂപ്പുമൻ തപ്തബാഷ്പം. ഉണ്ണിക്ക് ചൂടുള്ള വെള്ളം വായലൊഴിച്ച് കൊടുക്കാറില്ല അമ്മമാര്. അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നുണ്ട്, വെണ്ണ കൊടുക്കുന്നുണ്ട്, ബാക്കി ഉള്ളതൊക്കെ ചൂടാക്കി കൊടുക്കുക. നമുക്ക് മാത്രം നമ്മുടെ ചൂടാറ്റാൻ ഭഗവാനായതുകൊണ്ട് നമ്മുടെ തപ്തബാഷ്പം കണ്ണീരിൻ്റെ ചൂടുള്ള ആ വെണ്ണയും പാലും തൈരും മോരും ഒക്കെ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുൻപിൽ ഇവിടെ സമർപ്പിക്കാം. ഭാഗവത സപ്താഹ രംഗത്ത് എല്ലാ നിലയ്ക്കും ഭക്തശിരോമണി വാഴകുന്നം പ്രസിദ്ധനായി. അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരകൾ ഇവിടെ അച്ഛനെ സഹോദരി ഓപ്പോള് രാധോപ്പോള് അനുസ്മരിക്കേണ്ടായി. രാധയുടെ അച്ഛൻ തട്ടയൂരുണ്ണി നമ്പൂരിപ്പാട്, ഈയുള്ളവൻ്റെ അച്ഛൻ വെൺമണി കുട്ടൻ നമ്പൂരിപ്പാട്, ഇവരൊക്കെ വാഴകുന്നത്തിൻ്റെ ശിഷ്യന്മാരാണ് എന്ന അഭിമാനത്തിലാണ് കേരളം മുഴുവനും ഭഗവത് കഥകൾ പറഞ്ഞ് നടന്നിരുന്നത്. ആ പാരമ്പര്യത്തിൻ്റെ ഒരു ദേശം തൈര് കടഞ്ഞ വെണ്ണ, മോര്, തൈര്, പാല്, ചോരുവിള, ഇതൊക്കെയാണ് നമുക്ക് ഭഗവാന് കൊടുക്കാനുള്ളതായിട്ട് ഇവിടെ വെക്കാനുള്ളത്. ഭഗവാൻ അതൊക്കെ സ്വീകരിച്ച് നമ്മളെയൊക്കെ അനുഗ്രഹിക്കണം എന്ന കൃതാർത്ഥതയിൽ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ഭഗവാന്റെ തിരുമുമ്പിൽ ഇനിയിപ്പോൾ ദീപാരാധനയാണ് ഇവിടെ ഭാവിക്കുന്നത്. അതിന് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും കൂടി ചെയ്യണമെന്ന് സങ്കല്പിക്കുക. സൃഷ്ടിപ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷാഃ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷാഃ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. എല്ലാവരും ജപിക്കണം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. രാധാരമണം കുന്ദമുരാരേ ശരണം മേ തവ ചരണയുഗം കാളിമഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശ്രിതപുത്ര ശരണം മേ തവ
ചരണയുഗം ഗുരുഭവനപുരേശാരാധാകൃഷ്ണ ശരണം മേ തവചരണയുഗം ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ നാരായണ